ഹലോ സ്റ്റുഡൻസ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോയിൽ കോൺസ്റ്റൻസ് വരെയായിരുന്നു പഠിച്ചു നിർത്തിയത് അല്ലേ? സോയിൽ മോയ്സ്ചർ കോൺസ്റ്റൻസ് എന്താണ് എന്ന് വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അപ്പോൾ അത് കുറേ കോൺസ്റ്റൻസ് ഉണ്ട്. അത് ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഓരോന്നും ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസാണ്. നിങ്ങളത് പഠിച്ച് ഇരിക്കണം. സോയിൽ മോയ്സ്ചർ കോൺസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അതൊരിക്കലും സോയിൽ മോയ്സ്ചർ ഒരിക്കലും കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു സോയിലിലും നിൽക്കില്ല. അത് ഡൈനമിക്കാണ്. പ്രഷർ വേരിയേഷൻ അനുസരിച്ച് അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, അപ്പം അതിൽ എന്താ പറയുക, ചില സമയത്തുള്ള മോയ്സ്ചർ കണ്ടൻസിനെ നമുക്ക് പല പേരിട്ട് വിളിക്കാനായിട്ട് പറ്റും. അതായത് ഓരോ പ്രഷറിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റിനെ നമ്മൾ ഓരോ പേരിട്ട് വിളിക്കും. അതിനാണ് നമ്മൾ സോയിൽ മോയ്സ്ചർ കോൺസ്റ്റൻസ് എന്ന് ജനറലി പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് സാച്ചുറേഷൻ ഓർ മാക്സിമം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓർ മാക്സിമം റിട്ടൻറ്റീവ് കപ്പാസിറ്റി. പേരിൽ നിന്ന് നമുക്കത് മനസ്സിലാവും. മാക്സിമം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, അതായത് ഒരു സോയിലിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാട്ടറിൻ്റെ കണ്ടൻറ്റാണ് മാക്സിമം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആ പോയിന്റിന് തന്നെയാണ് നമ്മൾ സാച്ചുറേഷൻ ലെവൽ എന്നും മാക്സിമം റിട്ടൻറ്റീവ് കപ്പാസിറ്റി എന്നും ഒക്കെ പറയുന്നത്. The moisture saturated stage of the soil when all pores and capillaries are filled with water. നമ്മൾ സോയിൽ മോയ്സ്ചർ ഫോംസ് പഠിച്ചപ്പം അത് ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയുന്നൊരു ഇതിനെ മീൻസ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിച്ചായിരുന്നു. ആ സെയിം പോയിൻ്റാണ്. അതായത് ഗ്രാവിറ്റേഷണൽ വാട്ടർ ആ ഒരു അവസ്ഥയിൽ സോയിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാക്സിമം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. അങ്ങനെ നിൽക്കുമ്പം സോയിലിലുള്ള എല്ലാ പോഴ്സും കാപ്പിലറീസിലും എല്ലാം വെള്ളം ഫിൽഡ് ആയിരിക്കും. ദ ക്രോപ്പ് സഫർ ഫ്രം എയറേഷൻ ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് ഹാംഫുൾ ടു പ്ലാന്റ്സ്. ഈ ഒരു കണ്ടീഷനിൽ സോയിലിൽ എയർ ഉണ്ടാവില്ല, കാരണം എയർ സ്പേസസിലെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം ക്രോപ്പിൽ അല്ലെങ്കിൽ റൂട്ട്സിന് മര്യാദയ്ക്ക് റെസ്പിറേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ക്രോപ്പ് സഫർ ഫ്രം എയറേഷൻ, മീൻസ് വായു കിട്ടാതെ അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടാതെ അതിന് ബുദ്ധിമുട്ട് ഉണ്ടാകും. ദ എനർജി സ്റ്റാറ്റസ് ഓഫ് വാട്ടർ അറ്റ് സാച്ചുറേഷൻ ഇസ് 0. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള എനർജി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാര്യം അതിൻ്റെ അകത്ത് കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. ആ ഒരു സിറ്റുവേഷൻ, സാച്ചുറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും അതിലേക്ക് ഇനി ആഡ് ചെയ്യാനും പറ്റത്തില്ല. ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്രയും വെള്ളം അതിനാവശ്യമില്ലതാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനർജി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദ വാട്ടർ കണ്ടൻറ്റ് ഓഫ് സോയിൽ അറ്റ് സാച്ചുറേഷൻ ഇസ് അപ്രോക്സിമേറ്റ്ലി ഡബിൾ ദാറ്റ് ഓഫ് ദ ഫീൽഡ് കപ്പാസിറ്റി. ഈ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്ന വാക്ക് ഇപ്പോൾ 2-3 തവണ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഫീൽഡ് കപ്പാസിറ്റിയിലുള്ള വെള്ളത്തിൻ്റെ ഇരട്ടിയായിരിക്കും ഈ ഒരു പോയിന്റിലുള്ള വാട്ടർ കണ്ടൻറ്റ്, സോയിലിലുള്ള വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഫീൽഡ് കപ്പാസിറ്റി. എന്താണ് ഫീൽഡ് കപ്പാസിറ്റി എന്ന് നോക്കാം. സോ ആഫ്റ്റർ ദ ആപ്ലിക്കേഷൻ ഓഫ് വാട്ടർ ഇൻ ദി സോയിൽ ഓൾ ദ ഗ്രാവിറ്റേഷണൽ വാട്ടർ ഹാസ് ഡ്രെയിൻഡ് അവേ. ദെൻ ദ വെറ്റ് സോയിൽ ഈസ് ഓൾമോസ്റ്റ് യൂണിഫോംലി മോയ്സ്റ്റ്. The amount of water held by the soil at this stage is known as field capacity or the normal moisture capacity of that soil. അതായത് നമ്മൾ മണ്ണിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഗ്രാവിറ്റേഷണൽ വാട്ടർ, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ച് ഡ്രെയിൻ ചെയ്ത് പോകുന്ന വാട്ടർ, അതാണ് ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ വാട്ടർ, അത് അധികമുള്ള വാട്ടർ പോയതിന് ശേഷം മണ്ണിൽ നിൽക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ, ബാക്കിയുള്ള വെള്ളം, അതെന്ന് പറഞ്ഞാൽ മണ്ണിനെ യൂണിഫോമായിട്ട് വെറ്റ് ചെയ്യിക്കും. ആ വെള്ളത്തിനെയാണ്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റേജിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫീൽഡ് കപ്പാസിറ്റി അഥവാ നോർമൽ മോയ്സ്ചർ കപ്പാസിറ്റി ഓഫ് ദ സോയിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ സോയിൽ ടു റീറ്റെയിൻ വാട്ടർ എഗെയിൻസ്റ്റ് ദ ഡൗൺവേർഡ് പുൾ ഓഫ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഈ വെള്ളം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ച് നഷ്ടപ്പെട്ട് പോകത്തില്ല. അങ്ങനെയുള്ള വെള്ളത്തിനെയാണ് നമ്മൾ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അറ്റ് ദിസ് പോയിന്റ് വെള്ളം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ച് താഴോട്ട് സീപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈ വെള്ളത്തെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. Only the micropores or the capillary pores are filled with water and plants absorb the water for their use. ഈ ഒരു പോയിന്റിൽ മാക്രോപോസിലുള്ളത് അതുപോലെ തന്നെ അവിടെ മീൻസ് വെള്ളമൊക്കെ മാക്രോപോസിലുള്ളതെല്ലാം ഡ്രെയിൻ ചെയ്ത് പോകും. അവിടെ എയർ സ്പേസ് ഉണ്ടാവും.
അപ്പം ബാക്കിയുള്ള മൈക്രോ പോസിലാണ് വെള്ളം നിൽക്കുന്നത്. ഈ വെള്ളം പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. Water at field capacity is readily available to plants and microorganisms. The energy status of water at field capacity is minus 0.1 to minus 3.33 bars. ഒരു ബാർ എന്ന് പറഞ്ഞാൽ 0.987 അറ്റ്മോസ്ഫിയർ, അത് ഓൾമോസ്റ്റ് 1 എന്ന് പറയും. അപ്പം 1 ബാർ ഇസ് ഈക്വൽ ടു മീൻസ് നമ്മളൊരു അപ്രോക്സിമേറ്റ്ലി എടുക്കുമ്പം അറ്റ്മോസ്ഫിയറും ബാറും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് മുന്നത്തെ സ്ലൈഡ്സിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നുണ്ട്, ചില സ്ലൈഡ്സിൽ ബാർസ് എന്നാണ് പറയുന്നത്. രണ്ടും ഏകദേശം ഒരേപോലെയാണ് യൂണിറ്റ് വരുന്നത്. ഓക്കെ, അപ്പം സാച്ചുറേഷൻ പോയിന്റിൽ വെള്ളത്തിൻ്റെ എനർജി സ്റ്റാറ്റസ് 0 ആയിരുന്നു. അതേസമയം ഫീൽഡ് കപ്പാസിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും അത് കുറയും. 0.1 മുതൽ 0.33. ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ 0.33 ബാർ അല്ലെങ്കിൽ 0.33 അറ്റ്മോസ്ഫിയർ ആണ് ഫീൽഡ് കപ്പാസിറ്റിയിലുള്ള വാട്ടർ എനർജി സ്റ്റാറ്റസ് ആയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യൽ ആയിട്ട് എടുക്കുന്നത്. Field capacity is considered as the upper limit of water availability to the plants. അതായത് ഫീൽഡ് കപ്പാസിറ്റിയിൽ കൂടിക്കഴിഞ്ഞാൽ അത് ഗ്രാവിറ്റേഷണൽ വാട്ടറാണ്, ആ വെള്ളം പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ഓഫ് ദി വാട്ടർ അവൈലബിലിറ്റി ടു ദി പ്ലാന്റ്സിന് അവൈലബിൾ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ അപ്പർ ലിമിറ്റാണ് ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിൽ കൂടി പോയി കഴിഞ്ഞാൽ പ്ലാന്റ്സിന് അത് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. The moisture equivalent is approximately equal to the amount of moisture held at a field capacity soil. അപ്പോൾ മോയ്സ്ചർ ഇക്വലൻറ്റ് എന്താണെന്ന് അറിയാം. മോയ്സ്ചർ ഇക്വലൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി percentage of water held by 1 centimeter thick moist layer of soil after subjected to a centrifugal force of 1000 times gravity for half an hour. അതായത് നമ്മൾ ഒരു വെറ്റ് സോയിൽ എടുത്തു, വെറ്റ് സോയിലിൽ നമ്മൾ 1000 ടൈം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ച് നമ്മളതിനെ എന്ത് ചെയ്യും, എന്താ പറയുക, ഗ്രാവിറ്റേഷണൽ പുള്ള് കൊടുക്കുന്നത് പോലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ വെള്ളത്തിൽ ആർട്ടിഫിഷ്യലി കൊടുക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ എടുത്ത സോയിലിന് നമ്മൾ സെൻട്രിഫ്യൂഗേറ്റ് ചെയ്യും. ഇപ്പോൾ സെൻട്രിഫ്യൂഗേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അതിന് പർട്ടിക്കുലർ എക്യുപ്മെൻ്റ് ഉണ്ട്. ആ എക്യുപ്മെൻറ്റിലേക്ക് ഈ മണ്ണ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് എന്താ അരമണിക്കൂർ നമ്മളതിനെ കറക്കി കഴിയുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ച് എത്രത്തോളം വെള്ളം റിമൂവ്ഡ് ആവുമോ അത്രത്തോളം വെള്ളം ഇതിൽ നിന്നും റിമൂവ്ഡ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് ചെയ്ത് കഴിഞ്ഞ് അരമണിക്കൂർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്നും ആ എക്യുപ്മെൻറ്റിൽ നിന്നും നമ്മുടെ സോയിൽ എടുത്ത് നോക്കുമ്പം 1 സെൻറ്റിമീറ്റർ തിക്ക് സോയിലിൽ എത്രത്തോളം വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു, എത്രത്തോളം പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു, അതിനാണ് നമ്മൾ മോയ്സ്ചർ ഇക്വലൻറ്റ് എന്ന് പറയുന്നത്. So it is defined as the percentage of water held by 1 centimeter thick soil, moist layer of soil after subjected to a centrifugal force of 1000 times gravity for half an hour. സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിലുള്ള വ്യത്യാസം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1000 ടൈംസ് ഗ്രാവിറ്റി കൊടുക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. അതായത് എത്രത്തോളം വെള്ളം, അതായത് അരമണിക്കൂർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നഷ്ടപ്പെട്ടു പോയെന്ന വെള്ളം, അതായത് അത് കഴിഞ്ഞിട്ട് ബാക്കി മോയ്സ്ചർ എത്രത്തോളം വെള്ളം ആ മണ്ണിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ മോയ്സ്ചർ ഇക്വലൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മോയ്സ്ചർ ഇക്വലൻറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് മോയ്സ്ചർ ഹെൽഡ് അറ്റ് ദി ഫീൽഡ് കപ്പാസിറ്റി. അപ്പോൾ മോയ്സ്ചർ ഇക്വലൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഗ്രാവിറ്റേഷണൽ വാട്ടർ റിമൂവ് ചെയ്തിട്ടുള്ള മോയ്സ്ചർ ഇക്വലൻറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ടു ദി ഫീൽഡ് കപ്പാസിറ്റി ആയിരിക്കും. ഏതൊരു സോയിൽ എടുത്താലും ഏകദേശം ഫീൽഡ് കപ്പാസിറ്റിയോട് ഈക്വൽ ആയിരിക്കും അതിൻ്റെ മോയ്സ്ചർ ഇക്വലൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദി ഹൈഗ്രോസ്കോപ്പിക് കോഎഫിഷ്യൻറ്റ്. Hygroscopic coefficient, it is the percentage of moisture in the soil when the soil is kept in an atmosphere having 100% relative humidity or a saturation atmosphere at 25 degrees Celsius. അതായത് നമ്മുടെ ഒരു പർട്ടിക്കുലർ സോയിലിനെ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അതായത് അത്രയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, നമ്മുടെ നോർമലായിട്ടുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 60 to 70% ആണ് നമ്മുടെ കേരള കണ്ടീഷനിൽ. അപ്പോൾ അതിലും കൂടുതൽ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഊഷ്മാവ്,
അപ്പം അത് 100% കൊടുത്തു കഴിയുമ്പം എത്രത്തോളം വെള്ളം അല്ലെങ്കിൽ എത്രത്തോളം പെർസെൻറ്റേജ് ആ മോയ്സ്ചർ ആ സോയിലിൽ കാണുമോ അതാണ് ഹൈഗ്രോസ്കോപ്പിക് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. സാച്ചുറേഷൻ അറ്റ്മോസ്ഫിയർ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാലും സെയിം ആസ് ദാറ്റ് ഓഫ് 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ ആണ് പറയുന്നത്. ഇപ്പോൾ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പഠിച്ചു വെച്ചാൽ മതി. Dry soils kept in an open place absorb water vapor from the atmosphere. നമ്മൾ സോയിൽ എന്ന് പറഞ്ഞാൽ ഹൈഗ്രോസ്കോപ്പിക് ആണ്. ഹൈഗ്രോസ്കോപ്പിക് എന്ന് വെച്ചാൽ അതായത് പുറത്ത് നമ്മൾ തുറന്ന് വെച്ചിരുന്നാൽ അന്തരീക്ഷത്തിൽ നിന്നും നീരാവി അല്ലെങ്കിൽ വാട്ടർ വേപ്പറിനെ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ് എന്തെന്ന് പറയുന്നത്, മണ്ണ് എന്ന് പറയുന്നത്. സോ ദ വാട്ടർ അബ്സോർബ്ഡ് ഇൻ ദിസ് വേ ഈസ് കോൾഡ് ദി ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത്. The soil moisture tension at this point is equal to 31 bars. മോയ്സ്ചർ ടെൻഷനും മോയ്സ്ചർ പൊട്ടൻഷ്യലും എന്താ പറയുക ഏകദേശം ഈക്വൽ ആണ്. ബട്ട് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈൻസ് ഉപയോഗിച്ചാണ്. അപ്പോൾ മോയ്സ്ചർ ടെൻഷൻ പോസിറ്റീവ് ആണെങ്കിൽ മോയ്സ്ചർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ ഓർത്ത് വെക്കുക. സോ മോയ്സ്ചർ ടെൻഷൻ എന്ന് പറയുന്നത് ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിൻ്റെ മോയ്സ്ചർ ടെൻഷൻ എന്ന് പറയുന്നത് 31 bars ആണ്. സോ സോയിൽ മോയ്സ്ചർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -31 bars ആയിരിക്കും. ആൻഡ് ദിസ് വാട്ടർ ഈസ് നോട്ട് അവൈലബിൾ ടു പ്ലാന്റ്സ് ബട്ട് അവൈലബിൾ ടു സർട്ടൺ മൈക്രോ ഓർഗാനിസംസ്. നമ്മൾ സോയിൽ ഫോംസ് പഠിച്ചപ്പോഴത്തേക്കും പഠിച്ചതായിരുന്നു. അതാണ് ഹൈഗ്രോസ്കോപ്പിക് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദി പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിൻറ്റ്. പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ സോയിൽ മോയ്സ്ചർ കണ്ടന്റ് അറ്റ് -15 bars is referred to as permanent wilting point. It is the lower limit of water availability to plants. upper limit field capacity ആയിരുന്നു. ഇപ്പോൾ lower limit എന്ന് പറയുന്നത് പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റിൽ താഴെയാണ് വെള്ളമുള്ളതെങ്കിൽ വെള്ളം പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാനും പറ്റത്തില്ല, പ്ലാന്റ് കരിഞ്ഞു പോകാനും ചാൻസ് വളരെ കൂടുതലാണ്. At this moisture level plants wilt but not die. അപ്പോൾ പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ അതായത് ഇത്രയും വെള്ളമേ ഉള്ളെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് വിൽറ്റ് ചെയ്യും, പ്ലാന്റ് വാടി നിൽക്കും, പക്ഷെ ഒരിക്കലും എന്താ പറയുക കരിഞ്ഞു പോകത്തില്ല. പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റ് പ്ലാന്റ്സ് ഒരിക്കലും കരിഞ്ഞു പോകില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ പ്ലാന്റ്സിന് റിവൈവ് ചെയ്ത് പഴയ സ്റ്റേജിലേക്ക് വരാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ഏബിൾ ടു അബ്സോർബ് ദ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ജസ്റ്റ് സഫിഷ്യൻറ്റ് ഫോർ ദി സർവൈവൽ ആൻഡ് പ്ലാന്റ്സ് റിക്കവർ ഇഫ് വാട്ടർ ഈസ് സപ്ലൈഡ്. നമ്മൾ പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആയിട്ട് വെള്ളം കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സിന് റിവൈവ് ചെയ്യാനായിട്ട് പറ്റും. ഏത് പോയിന്റിൽ? പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റിൽ. നെക്സ്റ്റ് ഈസ് ദി അൾട്ടിമേറ്റ് വിൽട്ടിംഗ് പോയിന്റ്. അൾട്ടിമേറ്റ് വിൽട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സോയിൽ മസ്റ്റ് കണ്ടന്റ് അറ്റ് വിച്ച് ദ പ്ലാന്റ് ഡൈ. ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റിനും താഴെയാണ് അൾട്ടിമേറ്റ് വിൽട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ പ്ലാന്റ്സിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, അത് കരിഞ്ഞു പോകും. സോ ദ സോയിൽ മോയ്സ്ചർ അറ്റ് -60 bars is not available to plants and they die due to lack of water. It may be defined as the percentage of moisture in the soil at which the soil cannot supply water to the growing plant at a sufficient rate to maintain the turbidity and plants wilt permanently. So പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചർ ഇൻ ദ സോയിൽ, സോയിലുള്ള മോയ്സ്ചർ കൊണ്ട് ആ പ്ലാന്റ്സിന് അതിൻ്റെ സ്റ്റർജിഡിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അതായത് സെല്ലുലാർ ആക്ടിവിറ്റീസ് ഒന്നും മര്യാദയ്ക്ക് നടത്താനായിട്ടുള്ള കഴിവുണ്ടാവില്ല. കാരണം അത്രയും വെള്ളം അതിന് ആ പ്ലാന്റിന് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റാതെ വരുമ്പോഴത്തേക്കും പ്ലാന്റ്സ് വിൽറ്റ് പെർമനൻ്റ്ലി. ഈ ഒരു അൾട്ടിമേറ്റ് വിൽട്ടിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല, ആ പ്ലാന്റ്സ് റിവൈവ് ചെയ്ത് തിരിച്ച് വരത്തില്ല, അത് കരിഞ്ഞു പോകും. ഇതാണ് അൾട്ടിമേറ്റ് വിൽട്ടിംഗ് പോയിന്റ്. നെക്സ്റ്റ് ഈസ് ദി മാക്സിമം അവൈലബിൾ വാട്ടർ ആൻഡ് വിൽട്ടിംഗ് കോഎഫിഷ്യൻ്റ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതൊറ്റ വാക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഒറ്റ വാക്കല്ല, 2 വാക്കാണ്. മാക്സിമം അവൈലബിൾ വാട്ടർ എന്താണെന്നുള്ളത് നമുക്ക് അറിയാം. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി വാട്ടർ അറ്റ് ദ ഫീൽഡ് കപ്പാസിറ്റി ആൻഡ് വാട്ടർ അറ്റ് ദി വിൽട്ടിംഗ് കോഎഫിഷ്യൻ്റ്. ഇറ്റ് ഈസ് ദി മാക്സിമം അവൈലബിൾ വാട്ടർ. അതായത് ഫീൽഡ് കപ്പാസിറ്റിയിലുള്ള വെള്ളവും വിൽട്ടിംഗ് കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റിലുള്ള വെള്ളവും ഇത് തമ്മിൽ നമ്മൾ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? മാക്സിമം അവൈലബിൾ വാട്ടർ. അതിൽ കൂടുതൽ വെള്ളം ആ പ്ലാന്റിന് ഒരിക്കലും കിട്ടില്ല. ഇനി വിൽട്ടിംഗ് കോഎഫിഷ്യൻ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വിൽട്ടിംഗ് കോഎഫിഷ്യൻ്റ് നമുക്ക് 2 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് ഹൈഗ്രോസ്കോപ്പിക് കോഎഫിഷ്യൻ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഹൈഗ്രോസ്കോപ്പിക് കോഎഫിഷ്യൻ്റ് അറിയാമെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് കോഎഫിഷ്യൻ്റ് ഡിവൈഡഡ് ബൈ 0.68 അതാണ് വിൽട്ടിംഗ് കോഎഫിഷ്യൻ്റ്. അല്ലെങ്കിൽ മോയ്സ്ചർ ഇക്വലൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ വാല്യൂ ഡിവൈഡഡ് ബൈ 1.84. ഓക്കെ, ഈ ഇക്വേഷൻസ് എല്ലാം പഠിച്ചു വെച്ചോണേ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്.
സോ വിൽട്ടിംഗ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വിൽട്ടിംഗ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റിലുള്ള ആ പർട്ടിക്കുലർ ആ പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റിൽ കിട്ടുന്ന കോഎഫിഷ്യൻ്റ് ആണ് വിൽട്ടിംഗ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദി അവൈലബിൾ വാട്ടർ. പറഞ്ഞ കാര്യം തന്നെയാണ്. ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റീറ്റെയിൻഡ് ഇൻ ദ സോയിൽ ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് ഓഫ് ഫീൽഡ് കപ്പാസിറ്റി ആൻഡ് പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റ് ഓർ ബിറ്റ്വീൻ എ ടെൻഷൻ ഓഫ് 15 atmosphere and 0.33 atmosphere is known as available water for plant use. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോയിൽ മോയ്സ്ചർ ടെൻഷൻ ആയതുകൊണ്ട് പോസിറ്റീവ് സൈൻ ഇട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം മോയ്സ്ചർ പൊട്ടൻഷ്യൽ ആയിരുന്നെങ്കിൽ -15 അറ്റ്മോസ്ഫിയറും -0.33 അറ്റ്മോസ്ഫിയറും ആയേനെ. ഇത് ടെൻഷൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. 15 അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിൻ്റ് ആണ്. 0.33 അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഫീൽഡ് കപ്പാസിറ്റിയാണ്. അപ്പോൾ ഈ രണ്ട് പോയിന്റിലെ വാട്ടർ കണ്ടൻറ്റിൽ നമ്മൾ ഡിഫറൻസ് അല്ലെങ്കിൽ മൈനസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും? അവൈലബിൾ വാട്ടർ അല്ലെങ്കിൽ മാക്സിമം അവൈലബിൾ വാട്ടർ കിട്ടും. ഇനി സാൻഡി സോയിലാണ് ലോവസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ളത്, 8 cm/m ഡെപ്ത് ഓഫ് ദി സോയിൽ. അതേസമയം ക്ലേ സോയിൽ ആകുമ്പോഴത്തേക്കും ഇറ്റ് ഹാസ് ദി ഹയസ്റ്റ് എമൗണ്ട് ഓഫ് അവൈലബിൾ വാട്ടർ വിത്ത് 23 cm/m ഡെപ്ത് ഓഫ് സോയിൽ. സാൻഡി സോയിലിൽ അവൈലബിൾ വാട്ടർ കുറവാകാൻ കാരണം എന്താ? അതിലുള്ള പോർ സൈസ് വളരെ കൂടുതലാണ്, വെള്ളം ഒഴുകി പോകാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്, വാട്ടർ ലോസേജ് വളരെ കൂടുതലാണ് സാൻഡി സോയിൽ. അതുകൊണ്ടാണ് അതിൽ ലോവസ്റ്റ് എമൗണ്ട് ഓഫ് അവൈലബിൾ വാട്ടർ ഉള്ളത്. ഓക്കെ, ഇതാണ് പിക്ചർ. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പിക്ചർ വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആദ്യത്തെ പിക്ചറിൽ പ്ലാന്റ്സ് വിൽറ്റ് ചെയ്യുന്നു. അപ്പം അതിൽ വെള്ളം അധികമായതുകൊണ്ടാണ് പ്ലാന്റ്സ് വിൽറ്റ് ചെയ്യുന്നത്, കാരണം അവിടെ എയറേഷനുള്ള ഒരു സൗകര്യം ഇല്ല. അതേസമയം ഹെൽത്തി പ്ലാന്റ് ബട്ട് ദ വാട്ടർ ഈസ് വേസ്റ്റഡ്. ഈ പോയിന്റ്, അതായത് ഗ്രാവിറ്റേഷണൽ വാട്ടർ കുറേ അങ്ങോട്ട് ഡ്രെയിൻ ചെയ്ത് പോയി കഴിയുമ്പോഴത്തേക്കും കുറച്ച് എയർ സ്പേസസ് ഒക്കെ കിട്ടും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ് ഹെൽത്തി ആയിരിക്കും, പക്ഷേ വെള്ളം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്ന ആ പോയിന്റിലാണ് വാട്ടർ വേസ്റ്റേജും ഇല്ല, പ്ലാന്റ്സിന് പക്കായിട്ട് നിൽക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും പിന്നെ പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റ് വരെ വെള്ളം അവൈലബിൾ ആണ്. പക്ഷേ പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റിലോട്ട് എത്തുന്തോറും വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള പ്ലാന്റ്സിൻ്റെ എബിലിറ്റി എന്താ പറയുക, അത് എഫിഷ്യൻ്റ് ആണെങ്കിൽ മാത്രമേ അത്രയും വെള്ളം അതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റിലേക്ക് ചെല്ലുന്തോറും വെള്ളം കുറഞ്ഞ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ പെർമനൻറ്റ് വിൽട്ടിംഗ് പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അൾട്ടിമേറ്റ് വിൽട്ടിംഗ് പോയിന്റ് ആണ്, അവിടെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ പ്ലാന്റ്സ് എന്ത് ചെയ്യും? പെർമനൻ്റ് ആയിട്ട് വിൽറ്റ് ചെയ്ത് പോകും. അവിടെ നിന്ന് പിന്നെ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാലും തിരിച്ചു വരാനായിട്ട് പ്ലാന്റ്സിന് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സോയിൽ മോയ്സ്ചർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓരോ ടേമും ഇമ്പോർട്ടൻ്റ് ആണ്, ഏതെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് എനർജി കോൺസെപ്റ്റ് ഓഫ് സോയിൽ വാട്ടർ. ഇപ്പം നമ്മൾ കുറേ എനർജി സ്റ്റാറ്റസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതെന്താണ് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ദിസ് ഫ്രീ എനർജി ഓഫ് വാട്ടർ ടു ഡു വർക്ക് ഈസ് കോൾഡ് ദി വാട്ടർ പൊട്ടൻഷ്യൽ. അതായത് വെള്ളത്തിന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ എനർജി. അപ്പം വെള്ളത്തിന് വർക്ക് ചെയ്യാനുള്ള എനർജിയെയാണ് നമ്മൾ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫ്രീ എനർജി ഓഫ് വാട്ടർ ടു ഡു വർക്ക്. ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് പ്യുവർ വാട്ടറിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും, 0 ബാർ അല്ലെങ്കിൽ 0 അറ്റ്മോസ്ഫിയർ. സോ വെൻ എയ്തർ എ സൊല്യൂട്ട് ഓർ എ വാട്ടർ ഡ്രോപ്പിംഗ് colloid is added to water, its free energy is reduced in proportion to the concentration and kind of solute or colloidal. അതായത് നമ്മൾ പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും ഉണ്ടാവില്ല, H2O മാത്രം. അതിൽ ആ ഒരു വാട്ടറിൻ്റെ വാട്ടർ പൊട്ടൻഷ്യലാണ് 0 ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എത്രത്തോളം സൊല്യൂട്ട്സ് ആഡ് ചെയ്യുന്നു, അതായത് മിനറൽസ് ആണെങ്കിലും സോൾട്ട്സ് ആണെങ്കിലും കൊളോയിഡ്സ് ആണെങ്കിലും എന്ത് ആഡ് ചെയ്യുന്നു അതനുസരിച്ച് ഈ 0യിൽ നിന്ന് വാട്ടർ പൊട്ടൻഷ്യൽ താഴേക്ക് കുറഞ്ഞുകൊണ്ട് ഇരിക്കും. അപ്പം 0യിൽ നിന്ന് താഴേക്ക് കുറയാന്ന് പറഞ്ഞാൽ വാട്ടർ പൊട്ടൻഷ്യൽ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതായത് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്ത് കിട്ടുന്ന വാട്ടറിൻ്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിരിക്കും. സോ ദ ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് ഓബ്വിയസ്ലി ബിലോ 0 ബാർസ് ആൻഡ് ഈസ് ദെയർഫോർ ക്യാരീസ് എ നെഗറ്റീവ് സൈൻ. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് വാട്ടർ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയതെന്ന്. അപ്പം പ്യുവർ വാട്ടറിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. അതിലേക്ക് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്നതനുസരിച്ച് വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം 0യിൽ നിന്ന് കുറയുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് എ നെഗറ്റീവ് വാല്യൂ.
സോ വാട്ടർ പൊട്ടൻഷ്യൽ എപ്പോഴും എന്തായിരിക്കും, അല്ലെങ്കിൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അത് പ്യുവർ വാട്ടറിൻ്റേതല്ലാത്ത ഒരു വാട്ടർ പൊട്ടൻഷ്യൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, അതൊരിക്കലും പോസിറ്റീവ് ആവില്ല. എ കംപ്ലീറ്റ്ലി വെറ്റ് സോയിൽ മേ ഹാവ് ഇറ്റ്സ് വാട്ടർ പൊട്ടൻഷ്യൽ നിയർ സീറോ. കംപ്ലീറ്റ്ലി വെറ്റായിട്ടുള്ളത്, അതായത് ഗ്രാവിറ്റേഷണൽ വാട്ടറിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ നമുക്ക് ഏകദേശം എന്താണെന്ന് പറയാം, സീറോ ആണ് എന്ന് പറയാം. വൈൽ എ ഡ്രൈ വൺ എന്ന് പറയുന്നത് -15 bars ഓർ ലെസ്. അതാണ് നമ്മുടെ പെർമനൻറ്റ് വെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഡ്രൈ ആവുന്ന പോയിന്റ് ആണല്ലോ, അതാണ് -15 bars അല്ലെങ്കിൽ അതിൽ താഴെ. പിന്നെ അൾട്ടിമേറ്റ്ലിക്ക് പോകുമ്പോഴും താഴോട്ടേ പോകത്തുള്ളൂ. More negative is the value of water potential in a system, lower will be the energy of its water available to work. അതായത് എത്രത്തോളം നെഗറ്റീവ് വാല്യൂ കൂടുന്നോ, അതായത് പെർമനൻറ്റ് വെൽറ്റിംഗ് പോയിന്റിലൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും എത്രത്തോളം കുറയുന്നു അത്രത്തോളം വാട്ടറിന് മീൻസ് ഉപയോഗിക്കാനുള്ള വാട്ടറിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പെർമനൻറ്റ് വെൽറ്റിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന് നമുക്ക് അവൈലബിൾ അല്ലല്ലോ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. The forces that keep the soil and water together can be two types. രണ്ട് രീതിയിൽ നമുക്ക് സോയിലിനെയും വാട്ടറിനെയും ടുഗെദർ ഒരുമിച്ച് നിർത്താനായിട്ട് പറ്റും. രണ്ട് ഫോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഒന്ന് അഡ്ഹഷൻ, രണ്ട് കൊഹഷൻ. അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അട്രാക്ഷൻ ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ദ സോയിൽ മോളിക്യൂൾസ്. വാട്ടറും സോയിൽ മോളിക്യൂളും തമ്മിലുള്ള അട്രാക്ഷനിൽ വെള്ളം പിടിച്ചു നിർത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, അഡ്ഹഷൻ എന്ന് പറയുന്നത്. രണ്ട് വ്യത്യസ്ത മോളിക്യൂൾസ് തമ്മിൽ അട്രാക്റ്റഡ് ആവുന്നതിനെയാണ് നമ്മൾ അഡ്ഹഷൻ എന്ന് പറയുന്നത്. അതേസമയം ഒരേപോലുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ കൊഹിഷൻ എന്ന് പറയുന്നത്. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ രണ്ട് മോളിക്യൂൾസ്, ഇവിടെ വരുമ്പോൾ വാട്ടറും സോയിലും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് നമ്മൾ അഡ്ഹഷൻ എന്ന് പറയുന്നത്. കൊഹിഷൻ എന്ന് പറയുന്നത് ഒന്ന് സോയിലും അല്ലെങ്കിൽ വാട്ടറും തമ്മിലുള്ള അട്രാക്ഷനെയാണ് കൊഹിഷൻ എന്ന് പറയുന്നത്. സർഫസ് ടെൻഷൻ is most important force in the wet range while adhesion is the main factor in the dry range. അപ്പം സർഫസ് ടെൻഷൻ ആയിരിക്കും വെറ്റ് റേഞ്ചിൽ, അതായത് സോയിൽ വെറ്റ് ആയിരിക്കുമ്പം അവിടെയുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മെയിൻലി സർഫസ് ടെൻഷൻ ആയിരിക്കും അല്ലെങ്കിൽ കൊഹിഷൻ ആയിരിക്കും. അതേസമയം ഡ്രൈ ആകുമ്പോഴത്തേക്ക് അഡ്ഹഷൻ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. കാരണം ഹൈഗ്രോസ്കോപ്പിക് വാട്ടറിൻ്റെ കാര്യം എടുത്താൽ മതി, അതിൽ വെള്ളവും വാട്ടറും തമ്മിലുള്ള അട്രാക്ഷനാണ് കൂടുതൽ. അതേസമയം ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറഞ്ഞാൽ വെറ്റ് കണ്ടീഷനിൽ വരുമ്പോഴത്തേക്കും വാട്ടറും തമ്മിലുള്ള അട്രാക്ഷനാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഡ്രെയിനേജ് ഏറ്റവും കൂടുതൽ അവിടെ നടക്കുന്നത്. ഹയർ ദ മോയ്സ്ചർ കണ്ടന്റ്, സ്മോളർ ഈസ് ദ അട്രാക്ഷൻ ഓഫ് സോയിൽ ഫോർ വാട്ടർ. When water is present in fine capillaries, the energy with which it is attached is a function of the surface tension and the capillary size. ഇനി കാപ്പിലറീസിലാണ് വെള്ളം കാണുന്നതെങ്കിൽ അവിടെയുള്ള എനർജി ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് അവിടെയുള്ള കാപ്പിലറിയിലുള്ള സർഫസ് ടെൻഷൻ ആൻഡ് ദി കാപ്പിലറി സൈസ്. രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ കാപ്പിലറീസിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ബട്ട് വെൻ ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ബിഗർ പോഴ്സ് ഇറ്റ് ഈസ് ബൗണ്ട് ലൂസ്ലി ടു ദ സോയിൽ ആൻഡ് ക്യാൻ ബി ആക്റ്റഡ് അപ്പോൺ ബൈ ഗ്രാവിറ്റി. അതാണ് ഗ്രാവിറ്റേഷണൽ വാട്ടറിൻ്റെ കുഴപ്പം. ഡിസോൾവ്ഡ് സോൾട്സ് ഇൻ വാട്ടർ ഡിക്രീസസ് ദ ഫ്രീ എനർജി ഓഫ് വാട്ടർ. നമ്മൾ പറഞ്ഞു, കാരണം പ്യുവർ വാട്ടറിൻ്റേത് സീറോ ആണ്, അത് പിന്നെ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നതോറും കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. By virtue of dissolved salts, the soil water has lower free energy than pure water. There are two types of interaction that decrease the free energy of water. It is due to the solubility of salts and due to the interaction of water and the solid surfaces. Okay, അപ്പം ഇതാണ് എനർജി കോൺസെപ്റ്റ് ഓഫ് സോയിൽ മോയ്സ്ചർ എന്ന് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സോയിൽ മോയ്സ്ചർ കോൺസ്റ്റൻസ് ആണ്. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതെയോ ഡൗട്ടോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം. പിന്നെ എനർജി പൊട്ടൻഷ്യലിൽ നിങ്ങൾക്ക് അത്ര മീൻസ് കൺഫ്യൂസിങ് ആയിട്ടൊന്നുമില്ല, എല്ലാം ഡയറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.